ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തന്നെ മുന്നോട്ട് വന്നിറങ്ങിയെന്ന വാർത്ത വന്നിരുന്നു. ഇസ്രായേൽ വെടിനിർത്തലിനായി ചില ഉപാധികൾ മുന്നോട്ട് വെച്ചെന്നും റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വെടിനിർത്തൽ എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോഴും ഗസയിൽ ആക്രമണങ്ങൾ അതിരൂക്ഷമായി തുടരുകയാണ്. അതിനിടെയാണ് യുദ്ധത്തിന്റെ ഗതി മാറിയോ എന്ന ആശങ്ക പുറത്തുവരുന്നത്. പലസ്തീനെയും ലോകത്തെ മുഴുവനും നെതന്യാഹു ദുരിതത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ പറഞ്ഞു. അങ്കാറിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഇസ്രായേലിനും ഏറ്റുപിടിച്ചിരിക്കുകയാണിപ്പോൾ. ലോകത്തെ മുഴുവൻ വിപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന രക്തദാഹിയായ നെതന്യാഹുവിനെ തടയണമെന്നാണ് എർദോഗാൻ പറയുന്നത്. എന്നാൽ ഇതിന് പ്രതികരണവുമായി ഇസ്രായേൽ കൂടി രംഗത്തെത്തിയതോടെയാണ് യുദ്ധത്തിന്റെ ഗതി മാറിയോ എന്ന ആശങ്ക ലോകരാഷ്ട്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. കാരണം അത്രയ്ക്കും കുറുക്കിക്കൊള്ളുന്നതായിരുന്നു ഇസ്രായേലിന്റെ മറുപടി. എർദോഗാന്റെ പ്രസ്താവന പുറത്തുവന്ന അല്പസമയത്തിനകം തന്നെ ഇസ്രായേലും പ്രതികരിച്ചു. ഇസ്രായേലിൽ നിന്ന് തുർക്കിയിലേക്ക് അധികം ദൂരമില്ലെന്നായിരുന്നു ഇസ്രായേലിന്റെ പ്രസ്താവന. ഇതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നും മറ്റൊരു യുദ്ധമുഖം കൂടി വഴി തുറക്കുകയാണോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. 76 വർഷമായി ഇസ്രായേൽ നടത്തുന്ന എല്ലാ അടിച്ചമർത്തലുകളും കൂട്ടക്കൊലകളും തുർക്കി എതിർക്കുന്നുണ്ട്. തങ്ങൾ എന്നും പലസ്തീൻ ജനതയ്ക്കൊപ്പം നിലകൊള്ളുക തന്നെ ചെയ്യുമെന്നാണ് എർദോഗാൻ പറയുന്നത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ടതിനെ തുടർന്ന് UN-നെതിരെ രൂക്ഷ വിമർശനവുമായി അടുത്തിടെ അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. ഹമാസിനെയോ പലസ്തീനെയോ പിന്തുണയ്ക്കുന്ന ഏതൊരു ശക്തിയും തങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ വാക്കുകൾ നിസ്സാരമായി കാണരുതെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ അഭിപ്രായം. അതേസമയം തെക്കൻ ലെബനിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 16 കുട്ടികൾക്ക് പരിക്കേറ്റതായുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. 4 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കാണ് പരിക്കേറ്റതെന്ന് ലെബനിയിലെ ആരോഗ്യ വിഭാഗം പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു. ശനിയാഴ്ചയാണ് സ്ഥലത്ത് ഇസ്രായേലിന്റെ ആക്രമണം നടന്നത്. ബിൻ ജബേയിൽ ഒറ്റ രാത്രി കൊണ്ട് നടന്ന ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങളും വീടുകളും തകർന്നെന്നും രാഷ്ട്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന് ശേഷമുള്ള പ്രദേശങ്ങളുടെ ചിത്രങ്ങളും ലെബനിയയിലെ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ലെബനിലെ ഹിസ്ബുള്ള ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ 40-ലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയെന്ന് ഇസ്രായേൽ സൈന്യം അവരുടെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ശനിയാഴ്ച ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നടത്തിയ വ്യോമാക്രമണം പരാജയപ്പെടുത്താൻ സാധിച്ചെന്നും ഇസ്രായേൽ സേന പ്രസ്താവനയിൽ അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ലെബനിയയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലും കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു. 3 കുട്ടികൾക്കാണ് പരിക്കേറ്റതെന്ന് പിന്നീട് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. ലെബനിയിൽ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 80 സിവിലിയന്മാരടക്കം 450ഓളം ആളുകൾ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രായേലിലെ 14 സൈനികരും 11 സാധാരണക്കാരും കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്.